മന്ത്രത്തിൽ ഒരു തെറ്റും വരാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനം. ആവർത്തിക്കുന്ന കണക്കും പിശകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ദുരിതക്ഷയ പൂജ ദുരിതവർദ്ധന പൂജയായി മാറിപ്പോകും. പേടിക്കണ്ട, എനിക്ക് ഇതുവരെ ഓർമ്മക്കുറവൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം കൃത്യമായി തന്നെ ചെയ്തിരിക്കും. അനന്തര സൗഭാഗ്യങ്ങളെല്ലാം കുടുംബത്തിന് കിട്ടും. വീട്ടിൽ വന്ന വർഷമൊന്ന് കാണാൻ ഒരു കാരണവും കിട്ടുന്നില്ലല്ലോ എന്നുള്ള ആലോചനയിലായിരുന്നു. അപ്പോഴാ പൂജയ്ക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള അച്ഛന്റെ വിളി വന്നത്. അല്ല, വർഷ പറഞ്ഞിട്ടാണോ എന്നെ ക്ഷണിച്ചത്? ഏയ്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛൻ വിളിച്ച കാര്യം പോലും ഞാൻ അറിഞ്ഞിട്ടേയില്ല. എന്നാലും എന്നെ അച്ഛൻ പൂജയ്ക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹം വർഷയ്ക്ക് ഉണ്ടായിരുന്നില്ലേ? എന്നെ അടുത്തൊന്ന് കാണാൻ. എനിക്കറിയാം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വർഷയെ ആഗ്രഹിക്കുന്നു. വർഷേ, നമുക്ക് വീണ്ടും ഒരു ഔട്ടിങ്ങിന് കൂടി പോയാലോ? മനസ്സ് വല്ലാണ്ട് കൊതിക്കുന്നത് പോലെ. പക്ഷേ അന്നത്തെ പോലെ അല്ല. പിന്നെ നല്ല മഞ്ഞു മലയുള്ള പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ. അവിടെ നീയും ഞാനും മാത്രം. ആകാശമുട്ടയുള്ള ആ മഞ്ഞു മലനിരകൾക്കിടയിൽ ഒരു കമ്പിളി പുതുപ്പിനുള്ളിൽ നീയും ഞാനും മാത്രം. ചുമ്മാതല്ല എല്ലാരും പറയുന്നേ, പ്രണയം വരുമ്പോ ആളുകള് അവരറിയാതെ സാഹിത്യകാരന്മാരാവോന്ന്. അത് ശരിയാ. ഞാൻ പറഞ്ഞതിന് വർഷം മറുപടിയൊന്നും പറഞ്ഞില്ല. അയ്യോ, അന്നത്തെ പുറത്തു പോകലിന്റെ കളിയാക്കലും കമന്റുകളും ഇന്നും തീർന്നിട്ടില്ല. ഇനിയും ഒരു ഔട്ടിങ്ങിന് ഞാനില്ലേ? മന്ദനേച്ചി പറഞ്ഞിട്ടുണ്ട്, പ്രണയം 2 വിധത്തിലുണ്ടെന്ന്. വിവാഹത്തിന് മുമ്പുള്ള പ്രണയവും വിവാഹം കഴിഞ്ഞുള്ള പ്രണയവും. വിവാഹത്തിന് മുമ്പുള്ള പ്രണയം കഴിഞ്ഞു. ഇനി വിവാഹം കഴിഞ്ഞുള്ള പ്രണയം മതി. അപ്പൊ നിരാശകാമുകനായി തിരിച്ചു പോകാൻ എന്റെ യോഗം അല്ലേ? ഇപ്പൊ അതെ. പക്ഷേ നിരാശകാമുകനായിട്ടല്ല, പ്രതീക്ഷയുള്ള കാമുകനായി. മനസ്സിലായില്ല. ഒന്ന് കണ്ണടച്ചേ. കണ്ണടച്ചു. ഇനി നെറ്റിയൊന്ന് താഴ്ത്തിയേ. കാതിൽ മൊഴിയടി കാലം പുതിയൊരു നേരം പരുമിനി പാറും ഇതുവഴി ഞാനും പുറമൊഴി നീയും പറവകളായി. നെഞ്ചിൽ കുളിരടി മിന്നൽ മഴയടി നിന്നും മിഴികളിൽ എന്നും ഇപ്പൊ നിരാശയൊക്കെ മാറിയോ? മാറിയെന്നും പറയാം, ഇല്ലെന്നും പറയാം. അമ്പട കള്ള. ഇപ്പൊ ഇതൊക്കെ മതി. പൂജ നടന്നോണ്ടിരിക്കുക. നമ്മളെ രണ്ടുപേരും കാണാനില്ലെങ്കിൽ വീട്ടുകാരെന്ത് വിചാരിക്കും? പ്രണയ പൂജയിലാണെന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നോളൂ. കൊള്ളാം. ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ PhD എടുത്തവരാ സുചിത്രേച്ചിയും ഹരിതേച്ചിയും ഒക്കെ. ഇവിടെയെങ്ങും ആരും ഒളിഞ്ഞു നിൽപ്പില്ലല്ലോ. നമ്മുടെ കണ്ണെത്താത്ത ഒരിടത്ത് അവര് പതുങ്ങിയിരിക്കുന്നുണ്ടാവും. പക്ഷെ അവരുടെ കണ്ണുകള് നമ്മുടെ പിറകെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. എത്ര നാള്? നമ്മുടെ വിവാഹം കഴിയുന്നത് വരെ. പെണ്ണേ മനമാകെ അനുരാഗം ഞാനേകിടാം, വെയിലെല്ലാം ഞാൻ തണലാക്കാം, കൊതി തീരാ മധുരങ്ങൾ കൈമാറിടാം. ഹേ പെണ്ണേ മനമാകെ അനുരാഗം ഞാനേകിടാം, വെയിലെല്ലാം ഞാൻ തണലാക്കാം, കൊതി തീരാ മധുരങ്ങൾ കൈമാറിടാം. കാത്തു കഴിയാ പൂത്തുചൊടി നിറയും ചിരികളെ
ദേവി കാത്തുകൊള്ളണേ. ഈ മുല്ലപ്പൂമാല നിറഞ്ഞ മനസ്സോടെ ഭാര്യമാരുടെ മുടിയിൽ ചൂടുകയാണെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതം കാലങ്ങളോളം വിജയകരമായി നിലനിൽക്കുന്നതായിരിക്കും. ദാ, വാങ്ങിക്കോ. കരുണാകര, ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മുല്ലപ്പൂമാല നീ സുമലതയുടെ മുടിക്കെട്ടിൽ ചാർത്തി കൊടുക്കൂ. ജിതേന്ദ്ര, ദിവ്യയുടെ മുടിക്കെട്ടിലും ചാർത്തി കൊടുക്കൂ. തിരുമേനി, ഉം. ഒരു മുല്ലപ്പൂമാല പ്രസാദം എനിക്കും വേണം. വിവാഹം കഴിയാത്ത ജഗനെന്തിനാ മുല്ലപ്പൂ പ്രസാദം? ജഗന് ഭാര്യയില്ലല്ലോ. ഇല്ല, എന്നാലും ഒരു മുല്ലപ്പൂമാല എനിക്കും വേണം തിരുമേനി. കല്യാണം കഴിഞ്ഞ ഒരു കൂട്ടുകാരന് കൊടുക്കാനാ. അവന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ആയിക്കോട്ടെ, നല്ല കാര്യം. അമ്മേ ദേവി. ഇവന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്തിനാ ഭാര്യയുടെ മുടിക്കെട്ടി ചൂടാനുള്ള മാല ഇവ വാങ്ങിയത്? ജഗൻ എന്തോ ഏടാകൂടത്തി പെട്ടിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. പൂജയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. തിരുമേനിക്ക് തൃപ്തിയായോന്നാ അറിയണ്ടേ? ചോദ്യത്തിന്റെ ഉദ്ദേശം മനസ്സിലായി. പൂജയിൽ എനിക്ക് മന്ത്രം പിഴച്ചോ ആവർത്തന കണക്ക് തെറ്റോ എന്നൊക്കെയല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? അതെ, എന്തെങ്കിലും പിഴവ് സംഭവിച്ച അനർത്ഥം ഉണ്ടാകൂന്നല്ലേ തിരുമേനി പറഞ്ഞത്? അങ്ങനെ ഒരു അനർത്ഥത്തിനും കാരണം ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളും അല്പം പോലും പിഴവ് സംഭവിക്കാതെ നടത്തിയിട്ടുമുണ്ട്. എന്റെ ഭഗവാനെ. അല്ല, വിക്രം പോയോ? പോയി. തിരക്കുള്ളയാളല്ലേ. കമ്പനിയിൽ നിന്ന് ഉടനെ ചെല്ലണമെന്ന് ഫോൺ വന്നു. സത്യം പറയാലോ, വിക്രമിന്റെ സാന്നിധ്യമാണ് ഈ പൂജ കൂടുതൽ ചൈതന്യവത്താക്കിയത്. നിറഞ്ഞ മനുഷ്യനല്ലേ, കോടീശ്വരനാണെന്ന അഹങ്കാരവും ഇല്ല. തന്നെയുമല്ല, അർഹതപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്സും ഉണ്ട് അയാൾക്ക്. വിക്രം മരുമകനാകുന്നതോടെ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറിയിരിക്കും. എല്ലാം ദൈവം നടത്തി തരട്ടെ. എല്ലാം മംഗളമായി തന്നെ ഭവിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. അമ്മേ, എന്ന് ഞങ്ങൾ പോയിട്ട് വരാം. നിങ്ങളിതെങ്ങോട്ടാ? ഇന്ന് തന്നെ അടിപ്രദക്ഷിണം നടത്തണമെന്ന് തിരുമേനി പറഞ്ഞിരിക്കല്ലേ. ഓ, ക്ഷേത്രത്തിലേക്കാ. ഇനി അതായിട്ട് കുറയ്ക്കണ്ട. നല്ല കാര്യ. ഭഗവതിക്ക് അതൃപ്തി വരുത്താതെ അടിപ്രദക്ഷിണം നടത്തണം. ശരി അച്ഛമ്മേ. വാ വർഷ. അമ്മേ പോട്ടെ. പോയിട്ട് വാ. ചന്ദ്രികേ, നീ വന്ദനെ ശ്രദ്ധിച്ചോ? അവളാകെ മാറി. അതെ അമ്മേ, ഈശ്വരൻ അവൾക്കും കൂടി ഒരു നല്ല ജീവിതം കൊടുത്താൽ മതിയായിരുന്നു.
ദൈവം അങ്ങനെയാ, ഇഷ്ടമുള്ളവരെ പരീക്ഷിക്കും. ദൈവത്തിന് ഏറെ ഇഷ്ടമുള്ള കുട്ടിയാ വന്ദന. അവളെ അത്ര പെട്ടെന്നൊന്നും ദൈവം ഉപേക്ഷിക്കില്ല. ഭഗവാനെ. ആയടാ പറയടാ. നീ ഇതെവിടെയാ? ഞാൻ ബസ് സ്റ്റോപ്പിലാ. ബസ് സ്റ്റോപ്പിലോ? നിന്റെ വണ്ടിക്ക് എന്ത് പറ്റി? വണ്ടിക്കൊന്നും പറ്റിയില്ല. നീ ഫോൺ വെക്ക്. വരട്ടെ, നീ ഫോൺ കട്ട് ചെയ്യരുത്. എടാ, കുറുപ്പ് സാർ നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നല്ലോ, അതിന്റെ കാര്യം എന്തായി? അതൊക്കെ ഞാൻ വിശദമായിട്ട് നേരി കാണുമ്പോൾ പറയാം. ഇപ്പോഴേ ഞാൻ കുറച്ച് ബിസിയാ. ഇപ്പൊ നീ ഫോൺ കട്ട് ചെയ്യേ. ഡാടാ, കട്ട് ചെയ്യരുത്, കട്ട് ചെയ്യരുത്. അളിയന പഴയ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ബസ് സ്റ്റോപ്പിലായിരിക്കും അല്ലേ? അവിടെയല്ല, അതിന് തൊട്ടു മുമ്പുള്ള ബസ് സ്റ്റോപ്പില്. എന്റെ സ്വപ്ന നായിക ഇവിടെ വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവൾക്ക്, എന്റെ പെണ്ണിന് ഈ മുല്ലപ്പൂ പ്രസാദം ഞാൻ കൊടുക്കും. ഇവിടെ വെച്ച് ഞാൻ അവളോട് എന്റെ പ്രേമം പറയും. സൂപ്പർ. എടാ, കുറുപ്പ് സാറ് നാളെ നിന്നെയും കൂട്ടി ഒരു പെണ്ണ് കാണാൻ പോകാൻ പറഞ്ഞിരിക്കുക. ഇതെങ്ങാനും കുറുപ്പ് സാർ അറിഞ്ഞാലുണ്ടല്ലോ, നിന്നെ മാത്രമല്ല എന്നെയും സാറ് കൊല്ലും. എടാ, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടടാ. എനിക്കിപ്പോ പ്രധാനം ഈ മുല്ലപ്പൂ മാല എന്റെ പ്രിയപ്പെട്ടവളുടെ കൈകളിൽ എത്തിക്കാന്നുള്ളത് മാത്രം. നീ എന്നെ കൊലയ്ക്ക് കൊടുത്തേ അടങ്ങും അല്ലേ അളിയാ? പിന്നെ നീ അങ്ങോട്ട് മാല കൊടുക്കാനും അവളതങ്ങ് സ്വീകരിക്കാനും പോവല്ലേ? ഈടാ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. എടാ മണ്ടൻ ശിരോമണി നന്ദു, ദേ ഇതാണ് ഞാൻ നിന്നെ വിളിക്കാതെ വന്നത്. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും നീ ഒരു മുടക്കിനായി എന്തെങ്കിലും പറയും. തടസ്സം പറച്ചില്ല നിന്റെ കൂടപ്പിറപ്പാ. നീ നോക്കിക്കോ, ഇന്ന് ഞാൻ ഈ മുല്ലപ്പൂമാല പ്രസാദം അവളുടെ തലയിൽ ചാർത്തിരിക്കും. ദേ, അത് കഴിഞ്ഞേ എനിക്കിനി എന്ത് കാര്യമുള്ളൂ. അളിയാ, ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. ഞാനേ ഇപ്പൊ ഒരു കാര്യം അങ്ങോട്ട് പറയാം. എന്താടാ? നീയേ ഫോണൊന്ന് വെക്കേ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ കട്ട് ചെയ്യാം. അതിനു മുമ്പ് ഒരു ഓൾ ദ ബെസ്റ്റ് എങ്കിലും പറയടാ മരക്കഴുതേ. ശരി, ഓൾ ദി ബെസ്റ്റ്. അതും ഒരു ആത്മാർത്ഥത ഇല്ലാത്ത പറച്ചിലാണല്ലോടാ. നീ ഒന്ന് ഫോൺ വേടാ. കുറുപ്പ് സാറിന്റെ അടുത്ത് ഞാൻ ഇനി എന്ത് പറയും? എടാ നന്ദു, എന്റെ പെണ്ണിനെ ഞാനിന്ന് കണ്ടില്ല. പൂ കൊടുക്കാനും പറ്റിയില്ല. എടാ നന്ദു, നീ കട്ടിയേ. എന്റെ പെണ്ണല്ലേ ഇത്? ഇവിടുത്തെ എങ്ങോട്ടാ? ഏതായാലും പിറകെ പോ. പൂജയ്ക്ക് പൂജിച്ചു തന്ന പൂവ് എന്റെ പെണ്ണിന് കൊടുക്കാൻ ചിലപ്പോൾ ദൈവം തന്നൊരു അവസരമായിരിക്കും ഇത്. എന്തായാലും ഒന്ന് പുറകെ വിടാം. ഉൾപ്രസാദ് പറഞ്ഞയാള് ഇവിടെ തന്നെയാ.
ചേച്ചി ദാ രേഷ്മ. ആ ഹലോ, ആ രേഷ്മേ, ആ ചേച്ചി ഉണ്ടല്ലോ കൂടെ, ഞാൻ കൊടുക്കാം. ദാ. ആ രേഷു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പലവട്ടം പറഞ്ഞിട്ടുള്ളതാ, ഓർമ്മിക്കാനായിട്ട് വീണ്ടും പറയുക. മറ്റുള്ളവർക്ക് വരുന്ന ഫോൺ കോൾ അത് സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും എടുക്കരുത്. മനസ്സിലായോ? എന്തിനാ വന്നത്? അത് ചായ. വെച്ചിട്ട് പൊക്കോ. വച്ചില്ലേ? ആ. എന്നാ പിന്നെ പൊക്കൂടെ? എന്തായി സാർ അവളെ കണ്ടു. നന്നായി. അതെ, ഒരു കാര്യം ശ്രദ്ധിക്കണം, അവള് ചാകരുത്. ആക്സിഡന്റ് ബോധപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് തോന്നാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ശരി സാർ. ആ സമതേ, ആ പരിസരത്തെങ്ങാനും ക്യാമറ ഉണ്ടോന്ന് ശ്രദ്ധിച്ചായിരുന്നോ? ഈ പരിസരത്തൊന്നും ക്യാമറ ഇല്ല സാർ. ആ അതെ, കൊല്ലരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവളെ സൈക്കിൾ ഇടിക്കും പോലെ ഇടിപ്പിക്കണമെന്നല്ല. നട്ടല്ലൊടിഞ്ഞ് നരകിച്ച് ചാവണം. മനസ്സിലായോ? മനസ്സിലായി സാർ. എന്നാ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കുക. ഓക്കെ സാർ. ശുഭഗ്ന മസ്തു. സമുദ്ര, അവർ 2 പെണ്ണുങ്ങളുണ്ടല്ലോ. ഉണ്ടടാ. അതിന് നമ്മുടെ ലക്ഷ്യം സാരി ഉടുത്തവളല്ലേ? സ്വാഭാവികമായ ആക്സിഡന്റ് ആകുമ്പോൾ ചിലപ്പോ ഒറ്റയടിക്ക് 2 എണ്ണത്തിനെയും തട്ടണം. ഒന്നെടുത്താൽ 1 ഫ്രീ എന്ന് പറയുന്ന പോലെ. വണ്ടി കേടാ. കയറിക്കോ. ദേവി, മഹാമായേ, എന്റെ കല്യാണമായി. പാവം വന്ദിനിച്ചി, ഞാനും കൂടി പോകുമ്പോ പാവം ഒറ്റപ്പെട്ടു പോവും. ദേവി, എന്റെ പ്രാർത്ഥന കേൾക്കണേ. വന്ദിനിച്ചിയുടെ കല്യാണം കൂടി നടത്തി തരണമേ. ദേവി, എന്റെ അനിയത്തിയുടെ കല്യാണാണ്. എന്റെ വർഷം ഒരു തടസ്സവും കൂടാതെ എന്റെ കുഞ്ഞിന്റെ കല്യാണം നടത്തി തരണേ ദേവി. അതുപോലെ തന്നെ എന്റെ തീമോളെ എത്രയും വേഗം എനിക്ക് തരണേ ദേവി.
ഈ പൂവ് എങ്ങനെ എന്റെ പെണ്ണിന്റെ തലയിൽ ചൂടിക്കുക? ആഹാ, ഇന്ന് രണ്ടാളും ഉണ്ടല്ലോ. അല്ല, അർച്ചനയ്ക്കുള്ള രസീത് എഴുതിയില്ലേ? ഇല്ല തിരുമേനി, അടിപ്രദക്ഷിണം ചെയ്യണം. നല്ലത്. ആ, അടിപ്രദർശനം ആ സമയത്ത് തന്നെ തലയിൽ ചൂടാം.